तमन्ना मेरी, लब पे आती है दुआ बन के तमन्ना मेरी। जिंदगी शम्म की सूरत हो खुदाया मेरी, जिंदगी शम्म की सूरत हो खुदाया मेरी। लब पे आती है दुआ बन के तमन्ना मेरी, जिंदगी शम्म की सूरत हो खुदाया मेरी। मेरे दम से यूं ही मेरे वतन की जीनत, जिस तरह फूल से होती है चमन की जीनत। जिंदगी हो मेरे परिवार की सूरत या रब, जिंदगी हो मेरे परिवार की सूरत या रब। इल्म की शम्म से हो मुझको मोहब्बत या रब, इल्म की शम्म से हो मुझको मोहब्बत या रब। लब पे आती है दुआ बन के तमन्ना मेरी, जिंदगी शम्म की सूरत हो खुदाया मेरी। लब पे आती है दुआ बन के तमन्ना मेरी। നമസ്കാരം. COVID-19 എന്ന മഹാമാരി മൂലം നമ്മളെല്ലാം ഡിജിറ്റൽ യുഗത്തിലേക്ക് മാറിയത് കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഓൺലൈനായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2021-22 ഉറുദു ക്ലബ് ഉദ്ഘാടനവും ഓൺലൈനായി നടത്തുകയാണ്. ആദ്യം തന്നെ നല്ലൊരു ഉദ്ഘാടകർ തന്നെയാണ് നമുക്ക് ലഭിച്ചത്. മറ്റാരുമല്ല, സ്ത്രീത്വത്തിന്റെ ഭിന്നഭാവങ്ങളെ മിഴിവോടെ ആവിഷ്കരിക്കുന്ന, സാഹിത്യവും നോവലും അനുഭവ കഥകളും കൊണ്ട് പടർന്നു കിടക്കുന്ന സാഹിത്യ ജീവിതമുള്ള, സാഹിത്യത്തിൽ മുങ്ങിക്കുളിച്ച ആളാണെന്ന് തന്നെ പറയാം. എല്ലാ കാര്യങ്ങളും ഗവേഷണം ചെയ്ത് എഴുതുന്ന സാഹിത്യകാരി, അതുപോലെ ഉറുദു ഭാഷയെ ധാരാളം ഗവേഷണം ചെയ്ത് അതിലേക്ക് ആഴ്ന്നിറങ്ങിയ ശ്രീമതി ഡോക്ടർ കെ.പി. സുധീര മേഡം. വളരെ സന്തോഷത്തോടെ ഹാർദവമായി ഡോക്ടർ കെ.പി. സുധീര മേഡത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ആശംസ അർപ്പിക്കാൻ എത്തിച്ചേർന്ന, അറിവിൻ ലോകത്തിലേക്ക് ഞങ്ങളെ നയിക്കാൻ അധ്യാപകർക്ക് നേതൃത്വം നൽകുന്ന GHSS മാവൂരിന്റെ പ്രധാന അധ്യാപിക ശ്രീലത ടീച്ചറെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഉറുദു ടീച്ചർ എഡ്യൂക്കേറ്റർ ലത്തീഫ് സാർ, സ്റ്റാഫ് സെക്രട്ടറി ലേഖ ടീച്ചർ, SRG കൺവീനർ മധുസൂദനൻ സാർ, ഉറുദുവിന്റെ ലോകത്തിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയ ഷെബ്ന ടീച്ചർ, എല്ലാവരെയും ഊഷ്മളമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികളെയും വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഉറുദു ഒരു ഇന്ത്യൻ ഭാഷയാണ്. വളരെ ലളിതവും മാധുര്യം നിറഞ്ഞതുമായ ഒരു ഭാഷയാണ്. ലളിതമായ ഉറുദു ഭാഷ സാഹിത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഗസലിൻ്റെയും ഒരു സാഗരം തന്നെയാണ്. ഈ സാഗരത്തിലൂടെ, ഈ ഉറുദു ക്ലബ് പ്രവർത്തനത്തിലൂടെ നമുക്ക് മുന്നേറാൻ കഴിയും. ഈ കോവിഡ് എന്ന മഹാമാരി അതിജീവിക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് എല്ലാവരെയും ഒന്നുകൂടെ സ്വാഗതം ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട കുട്ടികളെ എല്ലാവർക്കും നമസ്കാരം. GHSS മാവൂര് ഹൈസ്കൂളിൻ്റെ ഉറുദു ക്ലബ്ബ് ഉദ്ഘാടനം ചെയ്യാനാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. ഞാൻ ആരാന്നറിയോ? KP സുധീര എന്ന് പറഞ്ഞൊരു എഴുത്തുകാരിയാണ്. കോഴിക്കോട്ടുള്ളൊരു എഴുത്തുകാരിയാണ്. അപ്പം നിങ്ങളുടെ സബീന ടീച്ചർ പറഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നേരിട്ട് വന്ന് നിങ്ങളോട് സംസാരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് സുധീര ചേച്ചി ഇപ്പോൾ ഇങ്ങനെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് കൊറോണയൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും തമ്മിൽ കാണാം. അപ്പം ഞാൻ 70 പുസ്തകം എഴുതിയിട്ടുണ്ട് കേട്ടോ. അതിൽ കുറേ കുട്ടികൾക്ക് വേണ്ടിയും പുസ്തകം എഴുതിയിട്ടുണ്ട്. അപ്പം നിങ്ങളിപ്പോൾ ഉറുദു ഭാഷയെക്കുറിച്ചാണ് നിങ്ങളോട് പറയേണ്ടത്. നിങ്ങളൊക്കെ ഉറുദു ഭാഷ പഠിക്കുന്നുണ്ട്. നമ്മൾ ഉറുദുവിലുള്ള ഗസലുകൾ കേൾക്കുന്നു. അതേപോലെ മുഹമ്മദ് റഫി സാഹിബിൻ്റെ ഒക്കെ ഒരുപാട് പാട്ടുകൾ ഉറുദുവിലുള്ളതായിരുന്നു. അദ്ദേഹത്തിന് ഉറുദു നന്നായി അറിയുമായിരുന്നു. അപ്പോൾ ഉറുദു പേർഷ്യൻ ഭാഷകൾ നമ്മുടെ നാട്ടിലേക്ക് വിരുന്ന് വന്നതാണ് കേട്ടോ. ഉറുദു എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താണ്? താവളം, പട്ടാളം, സംഘം, ഇതൊക്കെയാണ് ശരിക്കും ഉറുദുവിൽ ഈ ഉറുദു എന്ന് പറഞ്ഞ വാക്കിന് അർത്ഥം. അപ്പം തുർക്കിയിൽ നിന്ന് വിരുന്ന് വന്നൊരു ഭാഷയാണിത്. അഫ്ഗാനികളും മുഗളന്മാരുമൊക്കെ ഇന്ത്യയിലേക്ക് വന്ന സമയത്ത് യോദ്ധാക്കളൊക്കെ ഒന്നിച്ചിട്ടാണ് ഇന്ത്യയിലേക്ക് വന്നത്.
അപ്പോൾ മുസ്ലിം ഭരണാധികാരികളുടെ ഭാഷകളായ അറബിയും പേർഷ്യനും തുർക്കിഷും ഒക്കെ തന്നെ ആൾക്കാർ പഠിക്കേണ്ടി വന്നു, കാരണം ഇവരോട് സംസാരിക്കണ്ടേ. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്നിട്ട് ഈ അറബിയും പേർഷ്യനും തുർക്കിഷും എല്ലാം ചേർന്നിട്ടുണ്ടായിട്ടുള്ള ഒരു സങ്കലപ്പെട്ട് എല്ലാം കൂടെ ചേർന്നുണ്ടായിട്ടുള്ളൊരു ഭാഷയാണ് ഉറുദു. പക്ഷെ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ എന്താ വിചാരിക്കുക അറിയോ, ഇതൊരു പ്രത്യേക മതത്തിൻ്റെ ഭാഷയാണെന്നാണ് വിചാരിക്കുക. പക്ഷെ അത് തെറ്റാണ്. കാരണം ഉത്തരേന്ത്യയിൽ, നോർത്ത് ഇന്ത്യയിൽ ഒരു വലിയ വിഭാഗത്തിൻ്റെ സംസാര ഭാഷ ഉറുദു ആണ് അല്ലേ. ഉറുദുവിൽ നിന്ന് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ തന്നെ ഉറുദു പറയുന്ന എത്ര ആൾക്കാരുണ്ട്. പട്ടാണീസൊക്കെ ഉറുദു ആണ് പറയുക. അങ്ങനെ ഉറുദു മാത്രം സംസാരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ജാതി മതമൊന്നും നോക്കിയിട്ടല്ല, ഓരോരോ പ്രദേശത്തുള്ള ഭാഷ സംസാരിക്കുകയാണ്. അപ്പോൾ ഉറുദുവിൽ തന്നെ ഒരുപാട്, ഇപ്പോൾ നിങ്ങൾ പദ്യം പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാവ്യശാഖകളുണ്ട് ഉറുദുവിന് അല്ലേ. ഗസലുണ്ട്, മസ്നവി, നസ്മ്, ഖാസിദ, മാർസിയ, റുബായികൾ ഇതൊക്കെ തന്നെ. പക്ഷേ ഇതിനൊന്നും ലഭിക്കാത്ത അത്ര ജനപ്രിയ ഗസലിന് ഉണ്ട്. കാരണം നമ്മൾ ഗസൽ എന്ന് ഒരിക്കലും പറയരുത്. ഒരു ഭാഷ പഠിക്കുന്ന ഒരിക്കലും ഗസൽ എന്ന് പറയാൻ പാടില്ല. ഗാ എന്ന് പറഞ്ഞാൽ തൊണ്ടയെന്നുള്ള ഗാ എന്നാണ്. അപ്പോൾ ഗസൽ എന്നാണ് പറയാൻ പാടുള്ളൂ. ഈ ഗസലിന് പിന്നെ വളരെ ജനപ്രിയത ഉണ്ട്, ആളുകൾക്ക് വളരെ ഇഷ്ടമാണത്. കാരണം ഉറുദുവിൻ്റെ അഭിമാന സ്തംഭമാണെന്ത്, ഈ ഗസൽ എന്ന് പറയുന്ന സംഗതി. അപ്പോൾ മനുഷ്യവർഗത്തിൻ്റെ ഭയങ്കരം എല്ലാത്തരം അനുഭവങ്ങളുടെയും പ്രതീകമാണെന്ത് ഈ ഗസല്. അപ്പോൾ ഇന്ത്യൻ സംസ്കാരധാരയിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഗസലുകൾ നിങ്ങൾ ഒരുപാട് നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും അല്ലേ. പക്ഷെ ആ പഠിക്കാനുള്ളത് അറിഞ്ഞ് പഠിക്കുക. ഉറുദുവിലുള്ള ഗസലുകൾ നിങ്ങൾ ചൊല്ലുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അറിഞ്ഞ് ചൊല്ലുക കേട്ടോ. അപ്പോൾ ഉറുദു കവിതകളിൽ എന്താണ്, കവിതകളിൽ കുറേ ഉണ്ടല്ലോ. അപ്പോൾ അതിൽ തന്നെ ഉറുദു കവിതകളിൽ ഭൂരിഭാഗം ഗസലുകളാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ മുഷായിര പോലുള്ള കവിയരങ്ങിന് മുഷായിര എന്നാണ് പറയുക. അപ്പോൾ അന്നൊക്കെ കവികൾ സ്വയം ഗസലുകൾ എഴുതി സ്റ്റേജിൽ കൊണ്ടുവന്ന് പാടുക ചെയ്യുക. അപ്പോൾ അന്ന് റോദ്കി, സാദി, മൗലാന റൂമി തുടങ്ങിയവരാണത്രേ ഈ ഗസലിൻ്റെ തുടക്കക്കാർ. അപ്പോൾ 1235 മുതൽ 1305 വരെ അമീർ ഖുസ്രുവിൻ്റെ കാലത്ത് വടക്കേ ഇന്ത്യയിൽ ഡെക്കാനിലായിരുന്നു ഗസലിൻ്റെ ആവിർഭാവം. അതിൻ്റെ ആവാസ കേന്ദ്രം എന്നാണ് പറയുന്നത്. വാലി ഡക്കാനി എന്ന് പറഞ്ഞ ആളായിരുന്നു തുടക്കക്കാരൻ. പക്ഷെ ചില ആൾക്കാർ പറയാണ് അതിന് മുൻപും ഗസലുകൾ രചിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയുള്ള തർക്കമുണ്ട്. അപ്പോൾ ദില്ലി, ലഖനൗവിലാണ് ഏറ്റവും അധികം ഗസലുകൾ പരിലാളിക്കപ്പെട്ടത് കേട്ടോ. അപ്പോൾ ഗസൽ കവികളായിട്ടുള്ള മീർ തഖി മീറിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മീർ എന്ന് പറഞ്ഞാൽ ഗസലിൻ്റെ വലിയ ആളാണ്. മീർ തഖി മീർ, സൗദ, ദർദ്, മിർസ ഗാലിബ്, ഈ പേരുകളൊക്കെ നിങ്ങൾ കേട്ടാൽ പെട്ടെന്ന് മനസ്സിലാവണം. ഇതൊക്കെ ഗസലുകൾ എഴുതിയിരുന്ന ആൾ 12ഉം 13ഉം നൂറ്റാണ്ടുകളിൽ, 13ഉം 14ഉം നൂറ്റാണ്ടുകളിലൊക്കെ ഗസൽ എഴുതിയിരുന്ന ആളുകളായിരുന്നു ഇവരൊക്കെ. ഈ വാക്കിന് ഗസൽ എന്ന് പറഞ്ഞ വാക്കിന് അറബി പദമാണിത്. അറബിക്ക് ആ വാക്കിൻ്റെ ഗസൽ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? സ്ത്രീയോട് സംസാരിക്കൽ എന്നാണ്. അപ്പോൾ ഏത് ഗസലെടുത്താലും സ്ത്രീയോട് നീ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പാടുക അല്ലേ. എല്ലാത്തിലും തൂ എന്നൊക്കെ പറഞ്ഞിട്ട് പാടുന്നത് നമ്മൾ കേൾക്കാം. അപ്പോൾ ശോകഗാനങ്ങളെല്ലാം ഗസലാണെന്ന് നമ്മൾ വിചാരിക്കാൻ പാടില്ല കേട്ടോ. ഇതിൽ ഈ ഗസലിൽ പലതിലും പരാതി, വിരഹം, പ്രണയം, തത്വജ്ഞാനം ഇങ്ങനെയുള്ള കുറേ വിഷയങ്ങൾ വെച്ചിട്ടാണ് ഈ ഗസൽ എഴുതുന്നത്. പിന്നെ അതിന് വേറൊരർത്ഥമുണ്ട്. മുറിവേറ്റ മാനിൻ്റെ കരച്ചിൽ, മുറിവേറ്റ മാനിൻ്റെ രോദനം എന്നുണ്ട് ഗസൽ എന്ന് പറഞ്ഞ വാക്കിന് അർത്ഥമുണ്ട്. അപ്പോൾ എപ്പോഴും സ്നേഹഭാജനം എന്താണ്? മുറിവേറ്റ മാനാണ്. സ്ത്രീ എന്ന് പറഞ്ഞാൽ എപ്പോഴും സുന്ദരിയാണ്, അതോടൊപ്പം ക്രൂരയുമാണ് എന്നാണ് കവികൾ പറയുന്നത്. അപ്പോൾ അവൾ അക്കാലത്തൊക്കെ ഇങ്ങനെ ഉത്തമാംഗ, നമ്മൾ ഇത് പർദ്ദ ആ പർദ്ദേൻ്റെ അന്ന് മറച്ച വസ്ത്രം മാറ്റി കമിതാവിന് നേരെ മോഹനാസ്ത്രം തൊടുക്കുന്നവളാണെന്നൊക്കെ ഇക്ബാൽ എഴുതിയിട്ടുണ്ട്. സർമേ മുജേ തക്ദീർ ഗഹരായ ഇസ്മേ ന പൂച്ചേ ഹം നഷീൻ മുജ്സേ വോ എന്ന് വെച്ചാൽ ഇതിൽ അഞ്ജന കൺമഷി എഴുതി കറുപ്പിച്ച അവളുടെ ആ കണ്ണുകളെക്കുറിച്ച് എന്നോട് ചോദിക്കാതിരിക്കൂ സുഹൃത്തെ, അവയിൽ ഞാൻ പ്രതിഫലിച്ച് കണ്ടത് എൻ്റെ സ്വന്തം ഭാഗധേയത്തിൻ്റെ ഗഹനതയാണ് എന്നാണ്. അപ്പോൾ ഓരോ ഗസലും ആരംഭിക്കുന്നത് മത്തലയിൽ നിന്നും അവസാനിക്കുന്നത് മക്തയിലുമാണ്. ഒരു കവിക്കും ഓരോ തൂലികാനാമം ഉണ്ടാവും, അത് മക്തയിലാണ്. ഇപ്പോൾ ചതാവും ബുദ്ക്രേ അങ്ങനെ മക്ത
പിന്നെ മക്ത പാടി അവസാനിപ്പിക്കുക എന്ന് പറയും. മത്തിലെയാണ് തുടങ്ങുന്നത്. അപ്പോൾ മീർ തന്നെ സ്വയം അവനവൻ്റെ പേര് പറഞ്ഞു. മീർ തക്കി മീർ എന്ന കവി തന്നോട് തന്നെ പറയുക, ബുദ്ഖദേ ഏ മീർ, ഞാനിതാ പോകുന്നു മീർ, ഇതാ പ്രണയത്തി മന്ദിരത്തിലേക്ക് പോവുകയാണ്, ഇനി നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ പിന്നെ കാണാമെന്നാണ്. അങ്ങനെ ഇത് കുറേ നിയമങ്ങളൊക്കെ ഉണ്ട്, ഇത്ര വരികൾ വേണം എന്നൊക്കെ ഉണ്ട്. വെറുതെ എഴുതാൻ പറ്റിയ സംഗതിയല്ല ഈ ഗസൽ എന്ന് പറയുന്നത്. പക്ഷെ ഇതിൽ വിഷാദം മാത്രമല്ല, വിഷാദം മാത്രമല്ല, ആത്മീയത, ദൈവവിശ്വാസം, പ്രണയം, തത്വജ്ഞാനം, ഇങ്ങനെ പല സംഗതികളുണ്ടാവും. പക്ഷേ അതിൻ്റെ കേന്ദ്രബിന്ദു എന്താണ്? സ്നേഹം മാത്രമായിരിക്കും. അപ്പം അങ്ങനെ ഗസലുകൾ എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം, ഉറുദു ഭാഷ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ നിങ്ങളോടൊക്കെ സംസാരിക്കുക ഈ അവസരം എനിക്ക് തന്ന സ്കൂളിൻ്റെ ഭാരവാഹികളോട് ഞാൻ എൻ്റെ സ്നേഹം അറിയിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ജീവിതത്തിൽ നന്മയേക്കാൾ വലിയ നന്മ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഈ പരിപാടി നിങ്ങളുടെ ഉറുദു ക്ലബ്ബ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ വിരമിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. മാവൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഉറുദു ക്ലബിൻ്റെ ഭാരവാഹികളായ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഉറുദു പഠിക്കുന്ന പ്രിയപ്പെട്ട കുട്ടികളെ, ഉറുദു അധ്യാപികയായ ശ്രീമതി ഷബന ടീച്ചർ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ മറ്റൊരു ഭാഷയായ ഉറുദു പഠിക്കുന്നതിനും ഉറുദുവിലെ സാഹിത്യവും കൃതികളും എല്ലാം മനസ്സിലാക്കുന്നതിനും ആണ് നിങ്ങൾ ഉറുദു ഭാഷ എടുത്തിട്ടുണ്ടാവുക. നിങ്ങൾക്ക് അതിനുള്ള അവസരം ക്ലബ്ബ് പ്രവർത്തനങ്ങളിലൂടെയും സ്കൂളിലെ പഠന പ്രവർത്തനങ്ങളിലൂടെയും ലഭ്യമാകട്ടെ എന്ന് ആദ്യമായിട്ട് ആശംസിക്കുന്നു. മറ്റൊരു ഭാഷ പഠിക്കുന്നതിനും അത് സംസാരിക്കുന്നതിനുമെല്ലാം താല്പര്യമുള്ള കുട്ടികളാണ് ഇത്തരത്തിൽ മറ്റൊരു ഭാഷ ഉറുദു ഏറ്റെടുത്ത് പഠിക്കുന്നത്. ഇതിൽ നമുക്ക് ഒരുപാട് അഭിമാനിക്കാവുന്ന ഹിന്ദുസ്ഥാനി സംഗീതവും ഗസലും ഗസലൊക്കെ ഉറുദു ഭാഷയിൽ ഇഷ്ടംപോലെ ഉണ്ട് നമ്മുടെ രാജ്യത്ത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഗസലുകൾ തിരഞ്ഞെടുത്ത് അത് പാടാനും അതുപോലെ അത്തരത്തിലുള്ള സാഹിത്യകൃതികൾ നിങ്ങൾക്ക് രചിക്കാനും ഒക്കെ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളുടെ ക്ലബിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. गवर्नमेंट हायर सेकेंडरी स्कूल मावूर के हेड मिस्ट्रेस मोहतरिमा श्रीलता टीचर, मलयालम के एमिनेंट राइटर और उर्दू से ख़ास मोहब्बत रखने वाली अदीबा मोहतरिमा KP सुधीरा, SRG कन्वीनर मधुसूदन सर, उर्दू टीचर शबना टीचर, दीगर असातिज़े कराम और मेरे प्यारे बच्चों, आदाब। आज बहुत खुशी का दिन है कि हमारे स्कूल के उर्दू क्लब का इफ्तिताह हो रहा है। सबसे पहले इस प्रोग्राम को मेरी तरफ से दिली मुबारकबाद। इस मौका पर उर्दू ज़बान पर चंद बातें आपके सामने पेश करना चाहता हूँ। मशहूर शायर दाग दगलवी ने कहा, उर्दू है जिसका नाम हमी जानते हैं दाग, सारे जहां में धूम हमारी ज़बान की है। हमारी ये ज़बान खालिस हिंदुस्तानी ज़बान है। ये ज़बान हिंदुस्तान में पैदा होकर एक आलमी ज़बान बन गई है। उर्दू कश्मीर से कन्याकुमारी तक, गुजरात से आसाम तक आवाम के दरमियान सबसे ज़्यादा बोली और समझी जाने वाली ज़बान है। इस ज़बान में मुख्तलिफ़ ज़बानों जैसे संस्कृत, हिंदी, अरबी, फ़ारसी, तुर्की, अंग्रेज़ी और दीगर ज़बानों के अल्फाज शामिल हैं। ये ज़बान हमारी मुश्तरका तहज़ीब की अलम बरदार है। प्यारे बच्चों, इस ज़बान की कई सिफ़ात हैं। उसकी शीरीनी,
मिठास, नगमगी, रवानी, तरन्नुम, मौसीक़ियत वगैरह सबके दिल को लुभाती है। ये शायरी की ज़ुबान है, अदब की ज़बान है, गज़लों की, गीतों की ज़बान है, संगीत की ज़बान है। हम जानते हैं कि बॉलीवुड में इस ज़बान का बहुत बड़ा असर है। कौमी यकजहती और सेकुलरिज़म को बरकरार रखने में ये ज़बान नहायत अहम रोल अदा किया है। हिंदुस्तान की जंग आज़ादी में ये ज़बान एक अहम रोल निभाया है। इस ज़बान के शोरा, उदबा और सहाफ़ियों ने इस ज़बान के ज़रिए अंग्रेज़ों के मुकाबले ऐसा माहौल तैयार किया और इनकलाब आफरीन नारा तैयार किया, जिसने हिंदुस्तानी आवाम को इत्तेहाद बख्शा और अंग्रेज़ों के लिए परेशान का बागस बना। हिंदुस्तान छोड़ो, इनकलाब जिंदाबाद वगैरह इस ज़बान का देन है। उर्दू मोहब्बत, मसावात, अखवत, मेल मिलाप, वतन परस्ती, एहतराम और इंसानियत की ज़ुबान है। ये ज़बान सिर्फ़ एक ज़बान ही नहीं बल्कि एक मुकम्मल तहज़ीब का नाम है। इतना कहकर एक बार फिर इस प्रोग्राम को तहे दिल से बहुत प्यार से मुबारकबाद देते हुए ख़त्म करता हूँ। शुक्रिया। जय हिंद। പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, മാവൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഉറുദു ക്ലബിന് എൻ്റെ എല്ലാ ആശംസകളും നേരുകയാണ്. അപ്പോൾ സാധാരണ ഭാഷയിലെ ഒരു ക്ലബ്ബ് പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഭാഷയുടെ സർഗാത്മക തലത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകാറുള്ളത്. അത് നമ്മൾ സാധാരണ അക്കാഡമിക് തലത്തിനപ്പുറം സർഗാത്മകമായിട്ട് നമ്മളൊരു ഭാഷ പഠിക്കുമ്പോഴാണ് ആ ഭാഷ നമുക്ക് കൂടുതൽ ആസ്വദിക്കാനും ആ ഭാഷ നമ്മുടെ മനസ്സിനെ കൂടുതൽ സ്വാധീനിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ഉറുദു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ഭാഷയാണ്. പല ഗസലുകളൊക്കെ തന്നെ ഉറുദു ഗസലുകൾ ഒരുപാട് ആസ്വദിക്കുന്ന ഒരു ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഉറുദുവിനോട് എനിക്കൊരു പ്രത്യേക സ്നേഹം കൂടിയുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത്തരത്തിലുള്ള ക്രിയേറ്റീവായ സർഗാത്മകമായ പ്രവർത്തനങ്ങൾക്ക് നിങ്ങളുടെ ഈ വർഷത്തെ ഉറുദു ക്ലബ്ബ് ഒരു വേദിയാകട്ടെ എന്ന് ഞാൻ കരുതുകയാണ്. അതോടെ നിങ്ങൾ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഉറുദു ഭാഷയെ കൂടുതൽ മനസ്സിലാക്കാനും കൂടുതൽ ആസ്വദിക്കാനും കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി മാവൂർ ഹൈസ്കൂളിലെ ഉറുദു ക്ലബിന് എല്ലാ ഭാവുകങ്ങളും നേരുകയാണ്. ഓക്കെ. मुहतरम और मुअज़्ज़िज़ हज़रात और मेरे प्यारे बच्चों, आदाब। आज हमारी उर्दू क्लब की इफ्तिताह मलयालम के मशहूर लिखारी डॉक्टर के.पी. सुधीरा साहिबा ने किया है। बहुत खुशी की बात है कि वो उर्दू की खुसूसियत और अहमियत पर बहुत खूब अंदाज में आपको बताया है। वो उर्दू पढ़ा है और आज भी उर्दू अदब पर तहकीक भी कर रही है। उर्दू प्यार व मोहब्बत और गज़ल की ज़बान है। उर्दू क्लब के ज़रिए आप सभी को हर सरगर्मियों में शिरकत करके आगे बढ़ने को सके और इसके लिए मैं आप सभी को मुबारकबाद भी कहती हूँ। शुक्रिया। खुदा हाफिज़। आदाब। बुला लो फिर मुझे ऐ शाह बहरोबर मदीने में, बुला लो फिर मुझे ऐ शाह बहरोबर मदीने में, मैं फिर रोती हुई आऊं तेरे दर पर मदीने में।
पहुँचूं वो ए जाना में गिरे बाचार सीना चार मैं पहुँचूं वो ए जाना में गिरे बाचार सीना चार गिरा दे काश मुझको शौक़ तड़पा कर मदीने में गिरा दे काश मुझको शौक़ तड़पा कर मदीने में बुला लो फिर मुझे ऐशा है बहरोबर मदीने में मैं फिर रोती हुई आऊं तेरे दर पर मदीने में मदीने जाने वालों जाओ फी अमानिल्लाह मदीने जाने वालों जाओ फी अमानिल्लाह कभी तो अपना भी लग जाएगा बिस्तर मदीने में कभी तो अपना भी लग जाएगा बिस्तर मदीने में बुला लो फिर मुझे ऐशा है बहरोबर मदीने में मैं फिर रोती हुई आऊं तेरे दर पर मदीने में सलाम शौक़ कहना हाँ जियो मेरा भी रो कर सलाम शौक़ कहना हाँ जियो मेरा भी रो कर तुम्हें आए नजर जब रोज़े अनवर मदीने में बुला लो फिर मुझे ऐशा है बहरोबर मदीने में मैं फिर रोती हुई आऊं तेरे दर पर मदीने में। सात भाई। पुराने ज़माने में एक ही किसान था। उसके 7 बेटे थे। उसकी खेत है अच्छी थी। वो बड़ा नेक और सच्चा सब उसे अच्छा समझते थे मगर कुछ बारे लोग उससे चलते थे। उन्होंने उसके बेटों बूट टाली लड़के आपस में लड़ने झगड़ने लगा। पाप का दिल उस लड़ाई से बहुत दुखा। उसने एक दिन 7 पतली पतली लड़कियों के पिलाया। पहले बड़े ने कहा बेटा उस कड़े मुहतरम और मुअज़्ज़िज़ हज़रात असातिज़ों और मेरे प्यारे दोस्तों आदाब। आज हमारे उर्दू क्लब की इफ्तिताह गई है। इस प्रोग्राम में मेरी ज़िम्मेदारी सभी को शुक्रिया अदा करना है। मोहतरमा डॉक्टर सुदीरा साहिबा ने बहुत खूब अंदाज में उर्दू ज़बान के बारे में और उसकी अहमियत पर बात की है। इस मौके पर मैं अपने नाम से और उर्दू क्लब के नाम से उनको शुक्रिया अदा करती हूँ। और हमारे मुहतरमा हेड मिस्ट्रेस श्रीलता टीचर हमारे स्कूल के हर सरगर्मियों में हमारे साथ ही है और हर सरगर्मियों को फ़रोग़ देती है। मैं उनको भी अपने नाम से और उर्दू क्लब के नाम से शुक्रिया अदा करती हूँ। हमारे ख़ुसूसी मेहमान लतीफ़ सर उर्दू के बारे में हमको बहुत कुछ समझाया। उनको भी मैं अपने नाम से और उर्दू क्लब के नाम से शुक्रिया अदा करती हूँ। SRG कन्वीनर मधुसूदन सर, स्टाफ सेक्रेटरी
लेग टीचर और उर्दू टीचर शबना टीचर को भी मैं अपने नाम से और उर्दू क्लब के नाम से शुक्रिया अदा करती हूँ। उसके साथ ही हमारे स्कूल के मेरे सभी साथियों को भी अपने नाम से और उर्दू क्लब के नाम से शुक्रिया अदा करती हूँ। इतना कहकर मैं अपना यह तकरीर ख़त्म करती हूँ। शुक्रिया, खुदा हाफिज़।